നമസ്കാരം, ഞാൻ ലക്ഷ്മി ഫ്രം ഹണീസ് ബ്യൂട്ടി ക്ലിനിക്. ഇത് വീരളത്താണ്. വീരളം ആറ്റിങ്ങലിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഹെയർ സ്പായാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിവിടെ മുടി ആദ്യം വാഷ് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്യുന്നതും മുടിയുടെ പ്രോബ്ലം അനുസരിച്ചിട്ടുള്ള ഷാമ്പൂ വെച്ചിട്ടാണ്. സ്പായ്ക്ക് വേണ്ടി പ്രത്യേകം ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന ഷാമ്പുകളുണ്ട്. ഇനി സ്പാ കോമൺ ആണെങ്കിലും പലർക്കും ഇപ്പോഴും അതിനെപ്പറ്റി ഡൗട്ട്സ് ഒരുപാടുണ്ട്. എന്തിനാണ് സ്പാ ചെയ്യുന്നത്, സ്പാ ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്താണ്, എത്ര നാൾ ലാസ്റ്റ് ചെയ്യും, ഇങ്ങനെയുള്ള പല പ്രോബ്ലംസ് ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ സ്പാ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് വെറൈറ്റി സ്പാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ പല വെറൈറ്റീസ് ഉള്ളതുപോലെ സ്പാ ചെയ്യുമ്പോഴും സ്പായ്ക്ക് പലതരം വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ പലതരം ബ്രാൻഡ്സ് ഉണ്ട്. അതിൽ ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ എല്ലാ സ്പാകളും ചെയ്യുന്നുണ്ട്. അതുപോലെ മെട്രിക്സും ലോറിയലിൻ്റെ തന്നെയാണ്. അതുപോലെ ഷോസ്കഫ് ജർമ്മൻ ബ്രാൻഡാണ്. അപ്പോൾ ഷോസ്കഫിൻ്റെ എല്ലാ പിന്നീട് അഡ്വാൻസ്ഡ് സ്പാകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ വെല്ല. അപ്പോൾ ഇതെല്ലാമാണ് നമുക്കിപ്പോൾ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സ്പാകൾ. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഈ പറയുന്ന ഓരോ കമ്പനീസും ഒരുപാട് പലതരം സ്പാകൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഇന്നിപ്പോൾ ഞങ്ങൾ കാണിക്കുന്ന ഈ ക്ലയൻറ്റിൻ്റെ ഇതെന്ന് വെച്ചാൽ ഇത് സ്ട്രൈറ്റൻ ചെയ്ത മുടിയാണ്. അപ്പോൾ ഈ മുടിയിൽ കുറേ ഡ്രൈനെസ് ഉണ്ട്. ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ഹൈഡ്രേറ്റിംഗ് സ്പാ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അലോവേരയാണ്. കറ്റാർവാഴയുടെ എല്ലാ എക്സ്ട്രാക്ട്സും ഇതിനകത്തുണ്ട്. അപ്പോൾ കറ്റാർവാഴ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഭയങ്കര മോയ്സ്ചറൈസിങ് എഫക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഡ്രൈനെസ് എല്ലാം നമുക്ക് ഇതിൽ ചെയ്യുന്നത് വഴി നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. കളേർഡ് ഹെയറിന് വേണ്ടിയിട്ടും ഉണ്ട്. കളേർഡ് ഹെയർ ഇപ്പോൾ ബ്ലാക്ക് ഗ്രേ കവറേജ് ചെയ്യുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കളറിങ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മുടിയിൽ പിന്നെ നമുക്ക് ഒരുപാട് ഡ്രൈനെസ് എല്ലാം വരാം. അപ്പോൾ ആ ഡ്രൈനെസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കളർ പ്രൊട്ടക്റ്റ് സ്പാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് റേഞ്ച് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുടി നമുക്ക് കളറിങ് സ്ഥിരമായിട്ടുള്ള ഡൈയിങ്, അപ്പോൾ ആ ഗ്രേ ഹെയറിന് കൊടുക്കുന്ന കളർ ട്രീറ്റ്മെൻറ്റ്സിൽ വരുന്ന പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ശരിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ലോറിയലിൻ്റെ പ്രോഡക്ട്സിലെല്ലാം മിക്കവാറും ഓർക്കിഡ് എക്സ്ട്രാക്ട്സ് ആണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഓർക്കിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പൂ പറിച്ച് വെച്ചിരുന്നാലും ഒരുപാട് ദിവസം അതിൻ്റെ കളർ ഫെയ്ഡ് ആവാതിരിക്കും. അതേ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇതാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ സ്പാ ചെയ്യുന്നത് വഴി നമ്മൾ ആ ഇടുന്ന കളർ എന്താണോ ആ കളർ ഒരുപാട് നാളും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളർ പ്രൊട്ടക്റ്റ് സ്പാകൾ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് സ്പാസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കോമൺ ആയിട്ട് ജനറലായിട്ട് പറയുകയാണെങ്കിൽ സ്പാ ചെയ്യുന്നത് വഴി, അതായത് ഒരു മുടിയുടെ ഒരു റീബർത്ത് തെറാപ്പിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടോ ആ പ്രോബ്ലംസിനെ എല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഒരു ഹെയർ സ്പാ, കറക്റ്റ് സ്പാ ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് വഴി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന മോയ്സ്ചർ എല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മോയ്സ്ചർ തിരിച്ചു കൊണ്ടുവരുന്നത് വഴി നമുക്ക് സ്പ്ലിറ്റൻസ് വരുന്നതിനെ ഒരുപാട് തടയാൻ പറ്റും. ഇപ്പോൾ ട്രീറ്റഡ് മുടിയാണെങ്കിലും സ്പ്ലിറ്റൻസ് വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അല്ലാതെ നമുക്ക് കേളി ഹെയറിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് എൻഡ് സ്പ്ലിറ്റായി വരിക. അപ്പോൾ അതെല്ലാം നമുക്ക് കറക്റ്റ് സ്പാ ചെയ്യുന്നത് വഴി ഒരുപാട് നന്നായിട്ട് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്പാ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു മുടിക്കൊരു നല്ല ഷൈനിങ് കിട്ടും. ഇതെങ്ങനെ കിട്ടുന്നു എന്ന് വെച്ചാൽ നമ്മളൊരു മുടി മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ 3 ലെയർ. അപ്പോൾ അതിൻ്റെ ഔട്ടർ ലെയർ ക്യൂട്ടിക്കിൾ എന്ന് പറയും. ആ ക്യൂട്ടിക്കിൾ
ഒരു മീനിൻ്റെ ചെതുമ്പൽ, ഫിഷ് സ്കെയിൽസ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്തെങ്കിലുമൊക്കെ റീസൺസ് കൊണ്ടോ, നീ ഓവർ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടോ, അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ, കണ്ടീഷണർ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കെയർ ഇല്ലായ്മ, ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാരണം കൊണ്ട് ഈ ക്യൂട്ടിക്കിൾ ലെയർ മാറി, അതായത് മീനിൻ്റെ ചെതുമ്പൽ നന്നായിട്ട് അടിങ്ങിയിരിക്കുമ്പം നല്ല ഷൈനിങ് ആയിരിക്കും. അത് തിരിച്ച് നമ്മളൊരു കത്തി വെച്ച് പിടിച്ചാലോ അത് റഫായിപ്പോവും. അതേപോലെയുള്ള എഫക്റ്റിലായിരിക്കും ഇങ്ങനെയുള്ള ഡൾ ഹെയർ ഇരിക്കുന്നത്. അതെല്ലാം സ്പാ ചെയ്യുന്നത് വഴി നമ്മൾ ക്യൂട്ടിക്കിൾ ലെയർ എല്ലാം തിരിച്ച് സീൽ ചെയ്ത് ക്ലോസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ മുടി ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ഒരു ഷൈനിങ് മുടിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് സ്പാ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുടിക്ക് നല്ല ഒരു ഗ്ലോ, ഒരു ഷൈനിങ് കിട്ടുന്നത് അതുകൊണ്ടാണ്. ഇനി അടുത്ത ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ, ഈ സ്പായിൽ നമുക്ക് മസാജുണ്ട്. അപ്പം മസാജും ചെയ്യുന്നത് വഴി ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ഫോളിക്കിൾസിനെല്ലാം നല്ല ഒരു അതിനെ എല്ലാം നല്ല സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പാ ചെയ്യുന്നത് വഴി ഒരുവിധമുള്ള ഹെയർ ലോസ് എല്ലാം, അതായത് സ്കാൽപ്പ് ഡ്രൈ ആയിട്ട് വരുന്ന ഹെയർ ലോസ് എല്ലാം നമുക്കിതിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്പാ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് ദിവസത്തിനകം അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഇനി സ്കാൽപ്പ് കൂടെ അതായത് ഈ സ്പാ കറക്റ്റ് റെഗുലർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വരാവുന്ന ഡാൻഡ്രഫ്, മറ്റ് സ്കാൽപ്പ് ഇൻഫെക്ഷൻസ് ഇതൊന്നും വരാനുള്ള ചാൻസസ് വളരെയധികം കുറവായിരിക്കും. അങ്ങനെ സ്പായുടെ ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ മസാജ് ചെയ്യുന്നത് വഴി നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ക്ലയൻറ്റിന് നല്ല ഒരു റിലാക്സിങ് എഫക്റ്റാണ് കിട്ടുന്നത്. ഇനി അതുപോലെ ചില ക്ലയൻസ് വരുമ്പോൾ സ്കാൽപ്പ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് ഡാൻഡ്രഫ് ആയിരിക്കും പ്രോബ്ലം. അങ്ങനെ ഡാൻഡ്രഫാണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം സ്പാ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് മെട്രിക്സിന് സ്കാൽപ്യൂർ എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ലോറിയലിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണത്. അത് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ ഒരുവിധം നമുക്ക് ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. പിന്നെ ആ ട്രീറ്റ്മെൻറ്റ് പറയുന്നത് ട്വൈസ് ഇൻ എ മന്താണ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡാൻഡ്രഫിന് നല്ല റിസൾട്ടാണ്. അപ്പോൾ ഈ സ്കാൽപ്യൂർ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഏത് സ്പായുടെ കൂടെ വേണമെങ്കിലും അഡീഷണൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉള്ള കണ്ടീഷനാണെങ്കിൽ ഇതാണ് അഡീഷണൽ ചെയ്യുന്നത്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പ്രോഡക്റ്റിനെല്ലാം ആൻറ്റി ഫംഗൽ എഫക്റ്റാണ്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 10 മിനിറ്റ് മസാജ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഇതൊന്ന് സ്റ്റീം ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത് സ്റ്റീം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റീം കൊടുക്കുന്നതും പല രീതിയിലാണ്. അതായത് നമ്മുടെ സ്കാൽപ്പ് കണ്ടീഷനും ഹെയർ കണ്ടീഷനും അനുസരിച്ചിട്ടാണ് എത്ര മിനിറ്റാണ് സ്റ്റീം കൊടുക്കേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഇനി അതുപോലെ ഇപ്പോൾ ഡാൻഡ്രഫ് ഉള്ള സ്കാൽപ്പാണെങ്കിൽ ഇതിനകത്ത് എക്സ്ട്രാ നമ്മൾ ഓസോൺ വേപ്പറും കൊടുക്കും. ഓസോൺ വേപ്പറിനും ഡ്രൈയിങ്, ഹീലിംഗ്, ആൻറ്റിസെപ്റ്റിക് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരുവിധമുള്ള ഫംഗസിനെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഓസോൺ വേപ്പർ കൊടുക്കുന്നത് വഴി സാധിക്കും.